1970 ഫെബ്രുവരി 17. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ഫോർട്ട് ബ്രാഗ് മിലിറ്ററി ബേസ് ആണ് സ്ഥലം. പുലർച്ചെ 3:40 കാണും. എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഹെൽപ്പ് 544 കാസിൽ ഡ്രൈവ്, സ്റ്റാബിംഗ്, ഹറി എന്ന് മാത്രം പറഞ്ഞ് ആ കോൾ ഡിസ്കണക്ട് ആയി. ആർമി ഒഫീഷ്യൽസ് താമസിക്കുന്ന ധാരാളം ക്വാർട്ടേഴ്സുകൾ ഫോർട്ട് ബ്രാഗിലുണ്ട്. അവിടെ കാസിൽ ഡ്രൈവിലുള്ള 544 നമ്പർ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് കോൾ വന്നിരിക്കുന്നത് എന്ന് എമർജൻസി ടീമിന് മനസ്സിലായി. 10 മിനിറ്റിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി. അതൊരു മിലിറ്ററി ബേസ് ആയതുകൊണ്ട് തന്നെ മിലിറ്ററി പോലീസാണ് സ്ഥലത്തെത്തിയത്. 27 വയസ്സുള്ള ആർമി ഡോക്ടർ ജെഫ്രി മക്ഡൊണാൾഡും കുടുംബവും താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആയിരുന്നു അത്. പോലീസ് എത്തുമ്പോൾ വീടിന്റെ ഫ്രണ്ട് ഡോർ അകത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലൈറ്റുകളെല്ലാം ഓഫായിരിക്കുന്നു. പോലീസ് ഡോറിൽ മുട്ടി വിളിച്ചെങ്കിലും ആരും പ്രതികരിച്ചില്ല. ഉടനെ തന്നെ പോലീസ് ആ വീടിനു ചുറ്റും നടന്നു നോക്കി. അപ്പോഴാണ് ബാക്ക് ഡോർ തുറന്നു കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബാക്ക് ഡോർ വഴി പോലീസ് ആ വീടിനകത്ത് കയറി. മനസാക്ഷിയെ നടുക്കുന്ന കാഴ്ചകളായിരുന്നു അവരവിടെ കണ്ടത്. മാസ്റ്റർ ബെഡ്റൂമിൽ ജെഫ്രിയുടെ ഭാര്യ കോളറ്റ് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. അവരുടെ ദേഹം മുഴുവൻ കത്തികൊണ്ടുള്ള കുത്തേറ്റിരിക്കുന്നു. മുഖത്തും നെഞ്ചിലും കൈകളിലുമെല്ലാമായി 30-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. കത്തികൊണ്ടുള്ള കുത്തേറ്റ് ധരിച്ച വസ്ത്രം മുഴുവൻ കീറിപ്പോയ അവസ്ഥയിലായിരുന്നു. നഗ്നത മറയ്ക്കാനായി ഡെഡ് ബോഡിക്ക് മുകളിൽ ഒരു നൈറ്റ് ഡ്രസ് ഇട്ട് വെച്ചിരിക്കുന്നു. കോളറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ജെഫ്രി കമിഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ദേഹത്തും ധാരാളം മുറിവുകളായി ചോരയൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജെഫ്രി മരിച്ചിട്ടില്ല. പാതി മയക്കത്തിൽ അയാൾ മൈ കിഡ്സ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ പോലീസ് ആ വീട് മുഴുവൻ പരിശോധിച്ചു. മറ്റൊരു റൂമിൽ ജെഫ്രിയുടെ 5 വയസ്സുള്ള മകൾ കിംബർലിയും 2 വയസ്സുള്ള മകൾ ക്രിസ്റ്റീനും മരിച്ചു കിടക്കുന്നു. അവരെയും കത്തികൊണ്ട് നിരവധി തവണ കുത്തിയാണ് കൊന്നിരിക്കുന്നത്. ആ വീട് മുഴുവൻ ചോരക്കളമായിരിക്കുന്നു. എന്താണ് മക്ഡൊണാൾഡ് ഫാമിലിക്ക് സംഭവിച്ചത്? ഒരു മിലിറ്ററി ബേസിനകത്ത് വെച്ച് അവരെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയതാരാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഒക്ടോബർ 12 ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലാണ് ജെഫ്രി മക്ഡൊണാൾഡ് ജനിച്ചത്. റോബർട്ടും ഡൊറോത്തിയുമായിരുന്നു ജെഫ്രിയുടെ പാരന്റ്സ്. ജെഫ്രി 8th ഗ്രേഡിൽ പഠിക്കുമ്പോഴാണ് കോളറ്റ് കാതറിൻ സ്റ്റീവൻസ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. 9th ഗ്രേഡ് എത്തിയപ്പോഴേക്കും ഇരുവരുടെയും സുഹൃത്ത് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി. എന്നാൽ ഹൈസ്കൂൾ പഠനം പൂർത്തിയാവുന്നതുവരെ മാത്രമേ അവരുടെ പ്രണയത്തിന് ആയുസുണ്ടായിരുന്നുള്ളൂ. കോളറ്റുമായുള്ള ബ്രേക്കപ്പിന് ശേഷം ജെഫ്രി പെന്നി വെൽസ് എന്ന മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായി. പക്ഷേ 1962 ആ റിലേഷൻഷിപ്പും ബ്രേക്കപ്പായി. ഈ സമയം ജെഫ്രി ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു. തന്റെ ആദ്യ കാമുകിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ജെഫ്രിയുടെ ഉറക്കം കളഞ്ഞു. അവൻ വീണ്ടും കോളറ്റിനെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. ആ മീറ്റിംഗോടെ ഇരുവരും വീണ്ടും അടുപ്പത്തിലായി. 1963 സെപ്റ്റംബർ 14 20-ാം വയസ്സിൽ ജെഫ്രി കോളറ്റിനെ വിവാഹം കഴിച്ചു. ഒരു വർഷത്തിനു ശേഷം 1964 ഇരുവരുടെയും ആദ്യത്തെ കുട്ടിയായ കിംബർലി ജനിച്ചത്. രണ്ടാളും ആ സമയം കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നതിനാൽ ദാമ്പത്യ ജീവിതം അത്ര സുഗമമായിരുന്നില്ല. അതിനാൽ തന്നെ കോളറ്റ് പഠനം നിർത്തുകയും കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ജെഫ്രി അവന്റെ മെഡിക്കൽ പഠനം തുടർന്നു. ഒപ്പം ചില പാർട്ട് ടൈം ജോബുകളെല്ലാം ചെയ്ത് കുടുംബ ചെലവിനും പഠനത്തിനുമായുള്ള പണം കണ്ടെത്തി. 1967 ഇരുവരുടെയും രണ്ടാമത്തെ കുട്ടിയായ ക്രിസ്റ്റീൻ ജനിക്കുന്നത്. അപ്പോഴേക്കും ജെഫ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡോക്ടറായി ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആദ്യം ചെറിയ ചെറിയ ക്ലിനിക്കുകളിലായിരുന്നു ജോലി ചെയ്തിരുന്നതെങ്കിലും 1969 അമേരിക്കൻ ആർമിയിൽ ജെഫ്രി ഫിസീഷ്യനായി ജോലിക്ക് കയറി. ഇതോടെ വളരെ സന്തോഷത്തോടെ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയി തുടങ്ങി. ഫോർട്ട് ബ്രാഗ് മിലിറ്ററി ബേസിലേക്ക് നിയമനം ലഭിച്ചതോടെയാണ് ജെഫ്രിക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു ക്വാർട്ടേഴ്സ് ലഭിച്ചത്. ഫോർട്ട് ബ്രാഗിലുള്ള കാസിൽ ഡ്രൈവിലെ 544 നമ്പർ വീടായിരുന്നു ജെഫ്രിക്കും കുടുംബത്തിനും അനുവദിച്ചത്. 1970 കോളറ്റ് വീണ്ടും പ്രഗ്നന്റായി. തങ്ങളുടെ കുടുംബത്തിലേക്ക് മൂന്നാമതൊരു കുട്ടി കൂടി വരുന്ന സന്തോഷത്തിൽ അവർ ആ വീട്ടിൽ ജീവിച്ചു വരുമ്പോഴാണ് തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടന്നത്. 1970 ഫെബ്രുവരി 17 പുലർച്ചെയോടെ ജെഫ്രിയും കുടുംബവും ആക്രമിക്കപ്പെട്ടു. അതിൽ കോളറ്റും കുട്ടികളും അതിദാരുണമായി മരണപ്പെടുകയും ജെഫ്രി ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ക്രൈം സീൻ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലെ ചുമരിൽ ചോര കൊണ്ട് പിഗ് എന്നെഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു.
അതായത് ജെഫ്രിയുടെ ഭാര്യ കോളറ്റ് മരിച്ചു കിടക്കുന്ന റൂമിൽ അവരുടെ ചോര ഉപയോഗിച്ച് തന്നെയാണ് കില്ലർ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതോടെ ആ കുടുംബത്തോട് അടങ്ങാത്ത പകയുള്ള ആരോ ആണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്ന് പോലീസ് ഊഹിക്കുന്നു. ആ വീടിന്റെ പുറകുവശത്തു നിന്നും ഒരു കത്തിയും ഒരു മരക്കട്ടയും ലഭിച്ചു. അവ രണ്ടുമായിരുന്നു മർഡർ വെപ്പൺസ്. കാരണം അതിൽ ധാരാളം ചോരയായിട്ടുണ്ട്. എന്നാൽ ഫിംഗർ പ്രിന്റ്സ് കണ്ടെത്താതിരിക്കാനായി ആ മർഡർ വെപ്പൺസ് പിടിച്ച ഭാഗങ്ങൾ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷമാണ് കളഞ്ഞിട്ട് പോയിരിക്കുന്നത്. പോലീസ് ലഭ്യമായ തെളിവുകളെല്ലാം ക്രൈം സീനിൽ നിന്നും കളക്ട് ചെയ്തു. ഇനി കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജെഫ്രിക്ക് ബോധം തെളിയണം. 3-4 സർജറികൾക്ക് ശേഷം ജെഫ്രിയുടെ ബോധം തെളിഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് 7 ദിവസത്തിനു ശേഷമാണ് ജെഫ്രിയെ പോലീസ് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫെബ്രുവരി 16 വൈകുന്നേരം ജെഫ്രി ജോലി കഴിഞ്ഞു വന്നതിനു ശേഷം കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി. കോളറ്റ് മിലിറ്ററി ബേസിലെ തന്നെ മറ്റു താമസക്കാരുടെ കുട്ടികൾക്ക് ഈവനിംഗ് ടൈം ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. അതിനാൽ കോളറ്റ് ഇല്ലാതെയാണ് ജെഫ്രിയും കുട്ടികളും പുറത്തു പോയത്. രാത്രി 9 മണിയോടെ കോളറ്റ് വീട്ടിലെത്തുമ്പോഴേക്കും ജെഫ്രിയും കുട്ടികളും തിരിച്ചെത്തി. കുട്ടികൾ അതിനോടകം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. 10 മണിയോടെ ജെഫ്രിയും കോളറ്റും ഡിന്നർ കഴിച്ചു. കുറച്ചുനേരം അവരൊരുമിച്ച് TV കണ്ടിരുന്നതിനു ശേഷം രാത്രി 11 മണിയോടെ കോളറ്റ് ഉറങ്ങാനായി ബെഡ്റൂമിലേക്ക് പോയി. എന്നാൽ ജെഫ്രി കുറച്ചുനേരം കൂടി TV കണ്ടിരുന്ന് ലിവിംഗ് റൂമിലെ സോഫയിൽ തന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം പുലർച്ചെ 3:15 എന്തോ ശബ്ദം കേട്ട് ജെഫ്രി ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോൾ അജ്ഞാതരായ 3 വ്യക്തികൾ ആ വീടിനകത്ത് നിൽക്കുന്നു. ജെഫ്രി എഴുന്നേറ്റു എന്ന് മനസ്സിലായതോടെ ആ 3 പേരും ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു. കത്തി കൊണ്ടുള്ള കുത്തേറ്റ് ജെഫ്രി നിലത്ത് വീണു പിടഞ്ഞു. ആ സമയം ഒരു സ്ത്രീ കൂടി ആ വീടിനകത്തേക്ക് കയറി വന്നു. ഈ കുടുംബത്തിലെ ഒരാളെപ്പോലും ജീവനോടെ വിടരുത് എന്ന് ആ സ്ത്രീ പറയുന്നത് ജെഫ്രി കേട്ടെങ്കിലും ഏതാനും സെക്കൻഡുകൾക്കകം ജെഫ്രിയുടെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് 3:30 ജെഫ്രിക്ക് ബോധം തെളിഞ്ഞത്. ആ സമയം അവിടെ അക്രമികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ജെഫ്രി മാസ്റ്റർ ബെഡ്റൂമിലേക്കും കുട്ടികളുടെ മുറിയിലേക്കും പോയി നോക്കി. തന്റെ ഭാര്യയും മക്കളും ചോരയിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഇതോടെയാണ് 3:40 ജെഫ്രി എമർജൻസി നമ്പറിലേക്ക് വിളിച്ചത്. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ജെഫ്രി മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ്. മറ്റുള്ളവരെല്ലാം മരണപ്പെടുകയും ചെയ്തു. അക്രമികളിൽ 3 പേർ വെളുത്ത വർഗ്ഗക്കാരും ഒരാൾ കറുത്ത വർഗ്ഗക്കാരനാണെന്നുമല്ലാതെ അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ജെഫ്രിക്ക് അറിയില്ലായിരുന്നു. താനും കുടുംബവും എന്തിനാണ് ആക്രമിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പോലും ജെഫ്രിക്ക് ധാരണയുണ്ടായിരുന്നില്ല. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ജെഫ്രി പോലീസുകാരോട് പറഞ്ഞത്. എന്നാൽ ക്രൈം സീനിൽ നിന്നും ജെഫ്രിയുടെ മൊഴിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവ് പോലും കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല. പുറമേ നിന്നും അക്രമികൾ വന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. ജെഫ്രിയുടെ മൊഴികളിൽ മൊത്തം പൊരുത്തക്കേടുകളായിരുന്നു. ഇതോടെ ജെഫ്രിയെ തന്നെ പോലീസിന് സംശയമായി. അയാളെ സംശയിക്കാൻ ധാരാളം കാരണങ്ങളുമുണ്ട്. ഒരു മിലിറ്ററി ബേസിലാണ് ജെഫ്രിയും കുടുംബവും താമസിക്കുന്നത്. അത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് 4 പേർ അതിക്രമിച്ചു കയറി വന്ന് ഒരു ആർമി ഡോക്ടറിന്റെ കുടുംബത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കടന്നു കളഞ്ഞു എന്നുള്ളത് അവിശ്വസനീയമാണ്. ഇനി 4 പേർ ആ വീടിനകത്തേക്ക് വന്ന് ഇത്രയും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ വീടിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയൊന്നും കാണുന്നില്ല. അതുപോലെ പോലീസ് കോളറ്റിന്റെ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ അവളുടെ ശരീരത്തിന് മുകളിൽ ഒരു നൈറ്റ് ഡ്രസ് ഇട്ട് മറച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അത് ജെഫ്രിയുടെ നൈറ്റ് ഡ്രസ്സാണ്. അതേക്കുറിച്ച് പോലീസ് ജെഫ്രിയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മയക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ ബെഡ്റൂമിലെത്തിയപ്പോൾ അവിടെ എന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു. അക്രമത്തിൽ അവളുടെ ഡ്രസ്സെല്ലാം നശിച്ച് ശരീരം മൊത്തം കീറിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. ആ കാഴ്ച കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ ഡ്രസ്സ് അഴിച്ച് അവളെ പുതപ്പിച്ചത് എന്നായിരുന്നു ജെഫ്രി പറഞ്ഞത്. അതായത് ഭാര്യ മരിച്ചതിന് ശേഷമാണ് ജെഫ്രി അവളുടെ ദേഹത്ത് നൈറ്റ് ഡ്രസ്സ് പുതപ്പിച്ചത്. പക്ഷേ കോളറ്റിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് അവളുടെ കൈവിരലുകളിലെ നഖങ്ങൾക്കിടയിൽ നിന്നും കുറച്ച് ഫൈബർ മെറ്റീരിയൽസ് ലഭിച്ചു. പരിശോധനയിൽ ആ ഫൈബർ മെറ്റീരിയൽ ജെഫ്രിയുടെ നൈറ്റ് ഡ്രസ്സിന്റെയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ജെഫ്രിയുമായി അടിപിടി നടക്കുമ്പോൾ ഡ്രസ്സിൽ പിടിച്ചു വലിക്കുകയോ മറ്റോ ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ നഖങ്ങൾക്കിടയിൽ ഫൈബർ മെറ്റീരിയൽ വരാൻ സാധ്യതയുള്ളൂ. അതും പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു. ജെഫ്രി ആക്രമിക്കപ്പെട്ട രീതിയാണ് പോലീസിൽ സംശയമുണ്ടാക്കിയ മറ്റൊരു കാര്യം. 5ഉം 2ഉം വയസ്സുള്ള ആ ചെറിയ കുട്ടികളുടെ ദേഹത്ത് പോലും കില്ലർ ആഴത്തിലുള്ള മുറിവാക്കിയിട്ടും ജെഫ്രിയുടെ ദേഹത്തെ മുറിവുകൾക്ക് മാത്രം അത്ര ആഴമുണ്ടായിരുന്നില്ല. ഇതോടെ ജെഫ്രി മക്ഡൊണാൾഡിനോട് നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ജെഫ്രി അതിന് തയ്യാറായില്ല. അതും കൂടിയായതോടെ ജെഫ്രിക്ക് മേലുള്ള സംശയം വർദ്ധിച്ചു.
സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്തിയ ജെഫ്രി തങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുകയാണ് എന്നുറപ്പിച്ച ആർമി പോലീസ് ജെഫ്രിയെ അറസ്റ്റ് ചെയ്യുകയും കൊലക്കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ജെഫ്രി ഒരു മിലിറ്ററി പേഴ്സൺ ആയതുകൊണ്ടും മിലിറ്ററി ബേസിലാണ് ഈ ക്രൈം നടന്നത് എന്നുള്ളതുകൊണ്ടും മിലിറ്ററി കോർട്ടിലാണ് ഈ കേസിന്റെ വിചാരണ നടന്നത്. ഈ കേസിൽ ജെഫ്രിയെ സംശയിക്കാൻ ധാരാളം കാരണങ്ങളുണ്ടായിരുന്നുവെങ്കിലും കോടതിക്ക് കാരണങ്ങൾ മാത്രം പോരാ, എവിഡൻസുകളാണ് വേണ്ടത്. പക്ഷേ ജെഫ്രിക്കെതിരായി കാര്യമായ ഫോറൻസിക് എവിഡൻസുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ജെഫ്രിയാണെങ്കിൽ അത്യാവശ്യം പണം മുടക്കി നല്ലൊരു ഡിഫൻസ് ലോയറിനെയാണ് ഹയർ ചെയ്തത്. അദ്ദേഹം നിയമത്തിലെ പഴുതുകളെല്ലാം മാക്സിമം ഉപയോഗിച്ചു. ചില ഐ വിറ്റ്നസിനെയും ഹാജരാക്കി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജെഫ്രിയുടെ നെയ്ബറിന്റെ മൊഴി. കൊലപാതകം നടന്ന ദിവസം രാത്രി പുലർച്ചെ 3:30 തന്റെ വീടിന് മുന്നിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നുവെന്നും ആ സ്ത്രീയെ എനിക്ക് നേരിട്ടറിയാമെന്നുമായിരുന്നു ജെഫ്രിയുടെ നെയ്ബർ കോടതിയിലെത്തി മൊഴി കൊടുത്തത്. എന്നാൽ ജെഫ്രി അവരെ ആക്രമിച്ച ആ സ്ത്രീയുടെ മുഖം നേരെ കണ്ടിട്ടില്ല. പക്ഷേ ക്രൈം നടന്ന സമയത്ത് അങ്ങനെയൊരു സ്ത്രീയെ നെയ്ബർ അവിടെ കണ്ടത് സംശയിക്കേണ്ട കാര്യമാണ്. ജെഫ്രിയുടെ നെയ്ബറിന്റെ മൊഴിയിൽ പറയുന്നത് ഹെലന എന്നു പേരുള്ള ഡ്രഗ് അഡിക്റ്റായ ഒരു സ്ത്രീയായിരുന്നു. ഹെലനയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഹാജരാക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. അതുപ്രകാരം പോലീസ് ഹെലനയെ കണ്ടെത്തുകയും കോടതിയിലെത്തിക്കുകയും ചെയ്തു. കോടതി മുൻപാകെ ഹെലനയുടെ മൊഴി ഇങ്ങനെയായിരുന്നു: കൊലപാതകം നടന്ന ദിവസം രാത്രി ഫോർട്ട് ബ്രാഗ് മിലിറ്ററി ബേസിന് പുറത്ത് ഞാനും എന്റെ കാമുകനും 2 സുഹൃത്തുക്കളും വന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അമിതമായി ഡ്രഗ് ഉപയോഗിച്ചതിനാൽ അന്ന് എന്താണ് നടന്നത് എന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ജെഫ്രിയുടെ വീട്ടിലേക്ക് കയറിയെന്നോ കയറിയിട്ടില്ല എന്നോ ഉറപ്പിച്ചു പറയാൻ ഹെലനയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ യാതൊരു മോട്ടീവുമില്ലാതെ മയക്കുമരുന്നിന്റെ പുറത്താണ് പ്രതികൾ ഈ കൊലപാതകങ്ങൾ നടത്തിയതെങ്കിൽ ക്രൈം സീനിൽ നിന്നും ധാരാളം തെളിവുകൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഫിംഗർ പ്രിന്റ്സ് എന്തായാലും ലഭിക്കും. പക്ഷേ പുറമേ നിന്നുള്ള ഒരാളുടെ ഫിംഗർ പ്രിന്റ്സ് പോലും ക്രൈം സീനിൽ ഇല്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ 4 പേർ വീട്ടിലേക്ക് അതിക്രമിച്ചു വന്നു, അതിലൊരാൾ സ്ത്രീയാണ് എന്നെല്ലാമുള്ള ജെഫ്രിയുടെ മൊഴിയെ ശരിവെക്കുന്നതാണ് ഹെലനയുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യമെന്നായിരുന്നു ഡിഫൻസ് വാദിച്ചത്. ഇതേ രീതിയിൽ 1 മാസത്തോളം വിചാരണ നീണ്ടുപോയി. അവസാനം പോലീസിന് സ്ട്രോങ് ആയ എവിഡൻസുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ജെഫ്രി മക്ഡൊണാൾഡിനെ മിലിറ്ററി കോർട്ട് വെറുതെ വിട്ടു. 1971 ഡിസംബറോടെ ജെഫ്രി ആർമിയിൽ നിന്നും രാജിവെച്ച് കാലിഫോർണിയയിലെ ലോങ് ബീച്ചിലേക്ക് താമസം മാറ്റി. അവിടെ സെന്റ് മേരി മെഡിക്കൽ സെന്ററിൽ ഫിസീഷ്യനായി ജോലിക്ക് കയറിയ ജെഫ്രി ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോവാതെ മണിക്കൂറുകളോളം ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വെറുതെ ഇരുന്നാൽ ഭാര്യയുടെയും മക്കളുടെയും ഓർമ്മകൾ തന്നെ വേദനിപ്പിക്കുമെന്നതായിരുന്നു ജെഫ്രി അതിന് കാരണമായി പറഞ്ഞത്. എന്നാൽ പതിയെ പതിയെ ജെഫ്രിയുടെ ജീവിത രീതികൾ മാറാൻ തുടങ്ങി. ഹണ്ടിങ്ടൺ ബീച്ചിനടുത്ത് ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് വാങ്ങിയ ജെഫ്രി അങ്ങോട്ട് താമസം മാറ്റി. 22 വയസ്സുള്ള കാൻഡി ക്രാമർ എന്ന പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ചു. കാൻഡിയുമായി റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ മറ്റു പല പെൺകുട്ടികളുമായി ഡേറ്റിംഗിലേർപ്പെട്ടു. മൊത്തത്തിൽ ജെഫ്രി അടിച്ചുപൊളിച്ച് ജീവിക്കാൻ തുടങ്ങി. ഭാര്യയും മക്കളും മരിച്ച് 1 വർഷത്തിനുള്ളിലാണ് അയാളിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഇതോടെ ജെഫ്രിയെ കോളറ്റിന്റെ പാരന്റ്സിന് സംശയമായി. ജെഫ്രി നിരപരാധിയാണെന്നാണ് അവർ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അയാളിൽ പെട്ടെന്നുണ്ടായ മാറ്റം അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. കോളറ്റിന്റെ സ്റ്റെപ്പ് ഫാദർ ആൽഫ്രഡ് അദ്ദേഹത്തിന്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ആർമി പോലീസിന്റെ കണ്ടെത്തലുകൾ, കോടതി ഉത്തരവുകൾ തുടങ്ങി കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ആൽഫ്രഡ് ഒന്നുകൂടി പരിശോധിച്ചു. ഇതോടെ ജെഫ്രിക്ക് മേലുള്ള അദ്ദേഹത്തിന്റെ സംശയം വർദ്ധിച്ചു. 1969 തന്നെ, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് 1 വർഷം മുൻപ് ജെഫ്രി അവന്റെ പഴയ കാമുകിയായ പെന്നി വെൽസുമായി ബന്ധം പുതുക്കിയിരുന്നുവെന്നും ഭാര്യയും മക്കളും മരിച്ച് ആഴ്ചകൾ മാത്രം കഴിഞ്ഞതും ആർമി ഹോസ്പിറ്റലിലെ സ്റ്റാഫായ ഒരു പെൺകുട്ടിയുമായി ജെഫ്രി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു എന്നും ആൽഫ്രഡിന് വിവരം ലഭിച്ചു. ഇതോടെ ജെഫ്രി മക്ഡൊണാൾഡിനെ ഒരിക്കൽ കൂടി വിചാരണ ചെയ്യാനായി ആൽഫ്രഡ് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചു. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണം പൂർത്തിയാവുകയും സൈനിക കോടതി ജെഫ്രിയെ വെറുതെ വിടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി വിചാരണ നടത്തുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് മുഖേന ഒരു പൗരൻ പരാതി കൊടുക്കുകയും ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തോന്നുകയും ചെയ്താൽ മാത്രമേ വീണ്ടും വിചാരണ നടത്താൻ കഴിയൂ. 1972 ആൽഫ്രഡ് അത്തരത്തിലൊരു പരാതി നൽകി. എന്നാൽ ഇവിടെ ജെഫ്രി മിലിറ്ററിയിൽ നിന്നും റിസൈൻ ചെയ്തു പോയതിനാൽ ആർമി കോർട്ടിൽ ഇനി കേസ് വിചാരണയ്ക്കെടുക്കില്ല. ഇതോടെ കേസ് ജനറൽ കോർട്ടിലേക്ക് മാറ്റാൻ ആൽഫ്രഡ് ശ്രമം നടത്തി. അദ്ദേഹം ഒരു അഡ്വക്കേറ്റിനെയും പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെയും ഹയർ ചെയ്ത് അവരുടേതായ രീതിയിൽ ഒരന്വേഷണം നടത്തി. ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആർമി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ കണ്ടെത്തി.
1970 ഫെബ്രുവരി 16, 17 തീയതികളിൽ രാത്രി നല്ല മഴ പെയ്ത ദിവസങ്ങളായിരുന്നു. അന്ന് കൊലപാതകം നടന്ന വീട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കയറി വന്നിട്ടുണ്ടെങ്കിൽ വീടിനകത്ത് മുഴുവൻ ചെളിയോ വെള്ളമോ ആയിട്ടുണ്ടാവും. എന്നാൽ ജെഫ്രിയുടെ ചോര പുരണ്ട കാൽപ്പാടുകളല്ലാതെ ആ വീടിനകത്ത് നിന്നും മറ്റൊരു കാൽപ്പാടുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ലിവിംഗ് റൂമിൽ വെച്ചാണ് ജെഫ്രി ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുന്നു. പക്ഷേ ലിവിംഗ് റൂമിൽ എവിടെയും ജെഫ്രി ധരിച്ച നൈറ്റ് ഡ്രസ്സിലെ ഫൈബർ നാരുകൾ വീണിട്ടില്ല. മറിച്ച് മാസ്റ്റർ ബെഡ്റൂമിലും കുട്ടികൾ മരിച്ചു കിടന്ന റൂമിലും ഫൈബർ നാരുകൾ കണ്ടെത്തിയിരുന്നു. കോളറ്റിന്റെ നഖങ്ങൾക്കിടയിൽ നിന്നും ആ നാരുകൾ ലഭിച്ചിട്ടുണ്ട്. ജെഫ്രിയെ കൊടുക്കാൻ കഴിയുന്ന ധാരാളം തെളിവുകൾ ക്രൈം സീനിൽ നിന്നും ലഭിച്ചിട്ടും ആർമി പോലീസ് അതൊന്നും കൃത്യമായി കോടതിയെ ബോധിപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ച് ആൽഫ്രഡ് ഹയർ ചെയ്ത അഡ്വക്കേറ്റ് റിച്ചാർഡും പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ പീറ്റർ കെയേഴ്സും ചേർന്ന് 1970 ഏപ്രിൽ 30 അമേരിക്കൻ ചീഫ് ഡിസ്ട്രിക്ട് കോടതിയിൽ ഒരു പരാതി നൽകി. അടുത്ത മാസം തന്നെ ജെഫ്രി മക്ഡൊണാൾഡ് കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്താനായി കോടതി ഒരു ഗ്രാൻഡ് ജൂറിയെ ചുമതലപ്പെടുത്തി. 1974 ഓഗസ്റ്റോടെ ഗ്രാൻഡ് ജൂറി യോഗം ചേർന്ന് 75ഓളം പേരുടെ മൊഴിയെടുത്തു. അതിൽ ആദ്യ വ്യക്തി ജെഫ്രി തന്നെയായിരുന്നു. തനിക്കുമേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും ജെഫ്രി തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടേയിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന സമയത്ത് ജെഫ്രിയെ ചികിത്സിച്ച ഡോക്ടർ ഗ്രാൻഡ് ജൂറിക്ക് മുന്നിൽ നൽകിയ മൊഴി കേസിൽ നിർണായകമായി. ജെഫ്രിയുടെ ശരീരത്തിൽ ധാരാളം മുറിവുകളായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒന്നും തന്നെ അയാളുടെ ആന്തരികാവയവങ്ങളെ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല. മറിച്ച് ഭാര്യയുടെയും കുട്ടികളുടെയും ആന്തരികാവയവങ്ങളിൽ മുഴുവൻ മാരകമായ പരുക്കുകളായിരുന്നു. അതുപോലെ അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ കൈകളിലായിരിക്കും കൂടുതൽ മുറിവുകളാവുക. എന്നാൽ ജെഫ്രിയുടെ കൈകളിൽ പരുക്ക് തീരെ കുറവായിരുന്നു. ഇതായിരുന്നു ഡോക്ടർ ജൂറിക്ക് മുൻപാകെ നൽകിയ മൊഴി. FBI ക്രൈം ലാബ് കേസിൽ മറ്റൊരു കണ്ടെത്തൽ കൂടി നടത്തി. കോളറ്റിന്റെ ദേഹത്ത് പുതപ്പിച്ചിരുന്ന നൈറ്റ് ഡ്രസ്സിൽ 48 ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. തനിക്ക് കത്തികൊണ്ടുള്ള കുത്തേറ്റപ്പോൾ സംഭവിച്ചതാണെന്നായിരുന്നു ജെഫ്രിയുടെ അവകാശവാദം. എന്നാൽ ആ ദ്വാരങ്ങളുള്ള ഭാഗത്തല്ല ജെഫ്രിയുടെ ശരീരത്തിൽ മുറിവുകളായിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ ദ്വാരങ്ങൾ വന്നത് എന്നതായിരുന്നു FBI ക്രൈം ലാബ് കണ്ടെത്തിയത്. കോളറ്റിന്റെ ദേഹത്തുള്ള 12 മുറിവുകൾ ആ നൈറ്റ് ഡ്രസ്സിന്റെ മുകളിലൂടെ കത്തി കുത്തിയിറങ്ങിയപ്പോൾ ആയിട്ടുള്ളതാണ്. അതായത് കോളറ്റിന്റെ ദേഹത്ത് ആ നൈറ്റ് ഡ്രസ് 2ആയി മടക്കി വെച്ചതിന് ശേഷം അതിനു മുകളിലൂടെ കത്തികൊണ്ട് കുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുത്തിന് 4 ദ്വാരങ്ങൾ ഉണ്ടാവും. അങ്ങനെ 12 തവണ കുത്തിയപ്പോഴാണ് 48 ദ്വാരങ്ങൾ വന്നത്. ഇതോടെ ജെഫ്രിക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. 1975 ജനുവരി 24 മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയ ഗ്രാൻഡ് ജൂറി ജെഫ്രിക്ക് ഈ കൊലപാതകങ്ങളിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും തെളിവുകൾ നിരത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്ന് തന്നെ ജെഫ്രി അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ജനുവരി 31 $1 ലക്ഷം ജാമ്യവ്യവസ്ഥയിൽ ജയിൽ മോചിതനായി. വീണ്ടും ആൽഫ്രഡ് 4 വർഷത്തോളം നിയമപോരാട്ടം നടത്തിയതിനു ശേഷം 1979 ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചത്. വിചാരണ സമയത്തും ജെഫ്രി കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. അയാളൊരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാൻ ഡിഫൻസ് മാക്സിമം ശ്രമം നടത്തി. ഒന്നും ഫലം കണ്ടില്ല. 1979 ഓഗസ്റ്റ് 28 പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും അവസാന വാദം കോടതി കേട്ടത്. ഓഗസ്റ്റ് 29 കേസിലെ വിധി പറഞ്ഞു. കൊലയാളി ജെഫ്രി മക്ഡൊണാൾഡ് തന്നെയാണ് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. മോട്ടീവ് വ്യക്തമല്ല. ഓരോ കൊലപാതകത്തിനും ജീവപര്യന്തം തടവാണ് ശിക്ഷയായി വിധിച്ചത്. എല്ലാ ശിക്ഷയും പ്രത്യേകം അനുഭവിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ജെഫ്രി ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധ്യത കുറവാണ്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ. ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.